ഓക്കെ, ടൈപ്സ് ഓഫ് ബീംസ് ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നൊരു സിമ്പിൾ എക്സാമ്പിളാണ് ക്യാൻലിവർ ബീം. ക്യാൻലിവർ ബീം എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് ദിസ്, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ലോഡ് കാണിക്കുക ഒരു ബീം വരയ്ക്കുമ്പോഴത്തേക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് ഓഫ് ലോഡ് ഒരു പി എന്ന് പറഞ്ഞ ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ലെങ്ത്, നമുക്ക് സ്പാൻ എന്ന് വിളിക്കാം. ലോഡുകൾക്ക് ഇൻബിറ്റ്വീനുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾ സ്പാൻ എന്ന് വിളിക്കാം. ദെൻ ദിസ് ഈസ് എ ഫിക്സഡ് സബ്. അപ്പോൾ നോക്കി നേരത്തെ റിയാക്ഷൻ കണ്ടീഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഫിക്സഡ് ആണ്. സോ 3 റിയാക്ഷൻസ് ഉണ്ടാവും. ഒന്ന് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ടാവും, മറ്റൊന്ന് വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഇനി ഇവ കൂടാതെ ഒരു മൊമെൻറ്റ് റിയാക്ഷൻ, അതായത് ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ടോർക്ക് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൊമെൻറ്റും കൂടെ ഇവിടെ ഡെവലപ്പ് ചെയ്യും, റിയാക്ഷനിൽ സപ്പോർട്ടിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ദിസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും, വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഇനി ഒരു കാര്യം പറയാം, RH എന്ന് പറയുന്നത് എപ്പോഴും കാണണം നിർബന്ധമില്ല. അതായത് അത് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ലോഡിനനുസരിച്ച് ചെയ്യും. ഇവിടെ നോക്കിയാൽ വെർട്ടിക്കൽ ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കലി അതിനെ ബാലൻസ് ചെയ്യാനുള്ള ഫോഴ്സ് മാത്രം മതി. ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സിന് ആവശ്യമുള്ളൂ. അത് നമ്മൾ അനാലിസിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ പറയുന്നത് മാക്സിമം പോസിബിൾ കേസസ് ഏതൊക്കെ റിയാക്ഷൻസ് വരാം എന്നുള്ള കേസാണ് പറഞ്ഞത്. RH ഉം RV യും മൊമെൻറ്റും വരാം. RH എപ്പോഴും ഉണ്ടാവണം നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ RH വരുന്നൊരു കേസ് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫോഴ്സിനെ ഒന്ന് ഇംഗ്ലണ്ടായിട്ട് കൊടുക്കുകയാണ്, ഇങ്ങനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, പി എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. പി കോസ് തീറ്റ, പി സൈൻ തീറ്റ. ഉറപ്പായിട്ട് ഈ കേസിൽ എന്ത് വരും, 2 റിയാക്ഷൻ വരും. പി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി അതിനെ പുഷ് ചെയ്യുന്നുണ്ട്, സോ അവിടെ നിന്ന് റിയാക്ഷൻ ഉണ്ടാവും. പി സൈൻ തീറ്റ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഉണ്ട്, അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഇതാണ് ക്യാൻഡിലിവർ കേസിൽ ഉണ്ടാവാം. ഇനി അടുത്ത മറ്റൊരു ബീം എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയാൻ കാരണം അതിനെ പ്രത്യേകിച്ച് ഒരു ഫിക്സിങ് മെത്തേഡൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അതിനെ ജസ്റ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. അതാ ഇങ്ങനെ വയ്ക്കാം. ക്ലിയർ. അപ്പോൾ അവിടെ നമ്മളൊരു ലോഡ് കൊടുത്തു. അങ്ങനെയാണ് ഈ ടൈപ്പ് ബീമിനെ നമ്മൾ വിളിക്കുന്നതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ജസ്റ്റ് ഹോൾ ദെയർ, അവനെ നമ്മൾ മുകളിൽ കൊണ്ട് വെച്ചെന്നേ ഉള്ളൂ. മുകളിൽ കൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചെന്നല്ലാതെ നമ്മൾ മറ്റൊരു ജോയിനിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ കൊടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടാവുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻസ് ആയിരിക്കും ഉണ്ടാവും. ക്ലിയർ. നോർമൽ റിയാക്ഷൻസ് ഉണ്ടാവും. ഇനി ഹിഞ്ച് മറ്റ് ജോയിൻറ്റുകൾ വരുവാണെങ്കിൽ ഇംഗ്ലണ്ട് റിയാക്ഷനോ മറ്റു കാര്യങ്ങൾ വരാൻ പറ്റും. പിന്നെ നമുക്ക് സിംപ്ലി സപ്പോർട്ട് ബീമിൽ തന്നെ നമുക്ക് സപ്പോർട്ട്സിന് മാറ്റാൻ പറ്റും. സപ്പോർട്ട്സ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ പറയാം, ജസ്റ്റ് പറയാം. ഒരു ഹിഞ്ച് സപ്പോർട്ട് വരാം. ഹിഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പിൻ ജോയിൻ്റ് ആയിരിക്കും. ഹിഞ്ച് അറിയാമല്ലോ എല്ലാവർക്കും, ഡോറിൽ ഹിഞ്ചുണ്ട്. ഹിഞ്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 പാർട്ട് ഉണ്ടാവും. ആ പാർട്ടിന് ഇൻബിറ്റ്വീൻ ഒരു പിന്നായിരിക്കും പോയിട്ടുണ്ടാവുക. ആ പിൻ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് എടുക്കും. ആ ടൈപ്പ് ഒരു പിൻ ജോയിൻ്റ് ആണ് ഇവിടെ വരിക. അത് നമ്മൾ ഹിഞ്ച് ജോയിൻ്റ് എന്നും പറയും. ശരി. ഇനി ഈ ജോയിൻ്റ് എൻഡിൽ നമ്മൾ റോൾ സപ്പോർട്ട് കൊടുക്കും. അത് റിഡൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. അത് അനാലിസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ സിംപ്ലി സപ്പോർട്ട് ബീം വരയ്ക്കുമ്പോൾ ഉറപ്പായിട്ട് ഈ ടൈപ്പ് ഒരു ഫിഗർ വരയ്ക്കും. ഒരെണ്ണം റോളറും ഒരെണ്ണം ഹിഞ്ചും ഒരു ലോഡും വെച്ചൊരെണ്ണം വരയ്ക്കും. പക്ഷേ സിംപ്ലി സപ്പോർട്ടഡ് ബീം നമ്മൾ വിളിക്കുന്ന പേരാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ. ഇനി മറ്റൊരു ബീമിനെ നമ്മൾ ഓവർ ഹാങ്ങിങ് ബീം എന്ന് വിളിക്കും. ഓവർ ഹാങ്ങിങ് ബീം എന്ന് വിളിക്കുമ്പോൾ സപ്പോർട്ടിന് ബിയോണ്ടായിട്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓവർ ഹാങ്ങിങ് ബീം എന്ന് വിളിക്കും. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെ തന്നെയാണ്, സിമിലർ ടു സിംപ്ലി സപ്പോർട്ടഡ് ബീം, ബട്ട് ഇവിടെ ഒരു ഓവർ ഹാങ്ങിങ് പാർട്ട് കൂടെ ഉണ്ടാവും. ദിസ് പാർട്ട് ഓവർ ഹാങ്ങിങ് പാർട്ട്, ഓവർ ഹാങ്ങിങ് ബീം. ഓവർ ഹാങ്ങിങ്. പിന്നെ മറ്റൊരു ബീമിനെ നമ്മൾ വിളിക്കുന്നത് ഫിക്സഡ് ബീം എന്ന് വിളിക്കും. ഫിക്സഡ് ബീം എന്ന് പറയുന്നത് ക്യാൻലിവറിൻ്റെ കേസ് പോലെ തന്നെ 2 എൻഡിലും നമ്മൾ ഒരു ഫിക്സിങ് കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഇതിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. റിയാക്ഷൻസ് 3 റിയാക്ഷനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ ലോഡ് അവിടെ വരും. ക്ലിയർ. ഇങ്ങനെയുള്ള 3 റിയാക്ഷൻ, മൊമെൻറ്റും വരുന്നുണ്ടാവും, ഹൊറിസോണ്ടലും വരാം, വെർട്ടിക്കലും വരാം. ഇത് 3 പോസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ 6 അൺനോൺ ഫോഴ്സ് വരുന്നുണ്ട്. അതാണ് എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന അനാലിസിസ് പറഞ്ഞത്. ശരി. ഇനി മറ്റൊരു ബീം എന്ന് പറയുന്നത്
കണ്ടിന്യൂസ് ബീം ഉണ്ട്, അതായത് രണ്ടിൽ കൂടുതൽ സപ്പോർട്ട്സ് വരുന്ന കേസ്. ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട്സ് ഇങ്ങനെ വരാം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീം വരും. അതായത് ഇപ്പോൾ ഒരു വലിയ ഹോളിൻ്റെയൊക്കെ കോൺക്രീറ്റ് നമ്മൾ റൂഫ് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ വെർട്ടിക്കൽ കോളംസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഒരുപാട് സ്പാൻ വന്നു കഴിഞ്ഞാൽ അത് ആ ബീമിന് ബെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുകയാണ്, അല്ലെങ്കിൽ ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുകയാണ് ചെയ്യാം. ക്ലിയർ? അത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ ബെൻഡിങ് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ടിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ കണ്ടിന്യൂസ് ബീം എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് ബീം. ഇത് ഫിക്സഡ് ബീം. എക്സാമിന് ഉറപ്പായിട്ടും 3 മാർക്സ് ചോദിക്കുന്നതായിരിക്കും. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ബീംസ്? കാൻഡിലിവർ ബീമുണ്ട്, ഓവർ ഹാങ്ങിങ് ബീമുണ്ട്, ദെൻ സിംപ്ലി സപ്പോർട്ടഡ് ബീമുണ്ട്, ഫിക്സഡ് ബീമുണ്ട്, കണ്ടിന്യൂസ് ബീമുണ്ട്. അപ്പോൾ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. ആൻസർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാത്തിലും ലോഡ് വരയ്ക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ലോഡ് കൊടുക്കുക, ഒരു ലോഡ് ആക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കണം. അതാണ്